കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന് വീണ്ടും ഇഡി സമൻസ്. അടുത്ത ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിന് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ചോദ്യം ചെയ്യലിന് ഹാജരാകില്ലെന്നും തന്റെ പേരിൽ വ്യാജരേഖയുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും തോമസ് ഐസക് റിപ്പോർട്ടറിനോട് പറഞ്ഞു. കിഫ്ബിയുടെ ഫണ്ട് വിനിയോഗത്തിലെ പൊരുത്തക്കേടുകളെക്കുറിച്ച് തനിക്കറിയാമെന്ന് കിഫ്ബി ഉദ്യോഗസ്ഥർ മൊഴി നൽകിയെന്നാണ് ഇ ഡി പറയുന്നത്. കിഫ്ബി ഉദ്യോഗസ്ഥരുമായി താൻ സംസാരിച്ചിരുന്നു. അങ്ങനെയൊരു മൊഴി ഉദ്യോഗസ്ഥർ നൽകിയിട്ടില്ല. ഒന്നുകിൽ ഇ ഡി കള്ളം പറയുന്നു, അല്ലെങ്കിൽ ഇ ഡി തനിക്കെതിരെ ഇല്ലാത്ത രേഖ ചമച്ചിരിക്കുന്നു. തോമസ് ഐസക് റിപ്പോർട്ടറിനോട് വ്യക്തമാക്കി. ഒന്നുകിൽ ഇ ഡി കള്ളം പറയണം, അതല്ലെങ്കിൽ ഇ ഡി ഇല്ലാത്ത ഒരു രേഖ ചമച്ചിരിക്കുക. ഏതായാലും രണ്ടിലൊന്ന് അറിയട്ടെ. ഇ ഡിയുടെ കൈവശമുള്ള തെളിവ് കോടതിയിൽ ഹാജരാക്കട്ടെ. തനിക്ക് സംരക്ഷണം വേണമെന്ന് കോടതിയെ അറിയിക്കും. ഏപ്രിൽ 2-ന് താൻ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. ഇ ഡി പറയുന്നത് പോലെ ഒരു സ്റ്റേറ്റ്മെന്റും കിഫ്ബി ഒഫീഷ്യൽസ് കൊടുത്തിട്ടില്ല. കോടതി ഈ രേഖയൊന്ന് പരിശോധിക്കണം, എന്താ പറഞ്ഞിരിക്കണമെന്ന്. അതുകൊണ്ട് അതൊക്കെ കഴിയണവരെ ഹാജരാവില്ല. എല്ലാ മാസവും കിഫ്ബി റിസർവ് ബാങ്കിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ്. റിസർവ് ബാങ്കിന് ഇല്ലാത്ത പരാതി ഇ ഡിക്ക് എന്തിനാണ്? തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം നിർത്തിവെപ്പിക്കാനാണ് ഇ ഡി ശ്രമമെന്നും തിങ്കളാഴ്ച കോടതിയിൽ വിശദമായ വാദം നടക്കുമെന്നും ഡോക്ടർ തോമസ് ഐസക് വ്യക്തമാക്കി. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ.